സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. KGM-ST-യുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ 10 മണി മുതൽ ധർണ നടത്തി. DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ഇന്ന് ഡോക്ടർമാർ ബഹിഷ്കരിച്ചു. OP ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റും പ്രൊസീജിയറുകളും ഇന്ന് നടന്നില്ല. തുറമുഖ വികസനത്തിന് പുതിയ നീക്കവുമായി സർക്കാർ. വിഴിഞ്ഞം പോർട്ട് മാതൃക ബേപ്പൂരിലും കൊല്ലത്തും. കേരളത്തിന്റെ തുറമുഖ വികസനത്തിന് പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടുകളായി ബേപ്പൂരിനെയും കൊല്ലത്തെയും വികസിപ്പിക്കാനാണ് പദ്ധതി. 2000 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തിയേക്കും. 2025 സെപ്റ്റംബറിൽ ഇതിന്റെ രൂപരേഖ തയ്യാറായിരുന്നു. കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നടന്നു കഴിഞ്ഞിരുന്നു. ധനവകുപ്പ് പദ്ധതിക്ക് അംഗീകാരം നൽകി. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി അംഗീകാരത്തിന് വരുമെന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാൻ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിലിറങ്ങാതിരിക്കാൻ പുതിയ കേസുകൾ എടുക്കാൻ നീക്കം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്തേക്കും. ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഫെബ്രുവരി 2-ന് കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി 90 ദിവസം പിന്നിടും. അതേസമയം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിലിറങ്ങാതിരിക്കാൻ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം. പോലീസുകാരുടെ പരസ്യ മദ്യപാനത്തിൽ നടപടി. 6 പേർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പരസ്യമായി മദ്യപിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. 6 പേർക്ക് എതിരെയാണ് നടപടി. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച പോലീസുകാർക്ക് നല്ല നടപ്പ് പരിശീലനം നൽകാനും തീരുമാനം. പോലീസുകാർ മദ്യപിച്ച് ഡ്യൂട്ടി സമയത്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ടു മുന്നിലെ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിലായിരുന്നു പോലീസുകാരുടെ കൂട്ട മദ്യപാനം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. SI ബിനു, അരുൺ, CPOമാരായ അരുൺ, രതീഷ്, മനോജ്, അഖിൽരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭാരതപ്പുഴയ്ക്ക് നടുവിലുള്ള പൊന്തക്കാടിന് തീപിടിച്ചു. കൂടുതൽ ഭാഗത്തേക്ക് ആളിപ്പടരുന്നു. പാലക്കാട് ജില്ലാ അതിർത്തിയായ ആറങ്ങോട്ടുകരയുടെ സമീപത്ത് തീപിടുത്തം. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളത്തും സമീപ പ്രദേശങ്ങളിലും ഭാരതപ്പുഴയിൽ നീരൊഴുക്കില്ലാത്ത പൊന്തക്കാടിനാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി 7:30 തീപിടിച്ചത്. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള പ്രവർത്തനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നു. പള്ളത്തിന്റെയും ഷൊർണൂർ മുണ്ടായ ഭാഗത്തിന്റെയും ഇടയിലേക്കാണ് തീ പടർന്നത്. നദിയുടെ നടുവിലായുള്ള അടിക്കാടുകളിലേക്കാണ് തീ ആളിപ്പടരുന്നത്. തിങ്കളാഴ്ച രാത്രി 7:30 മണിയോടെയാണ് തീ ആളിക്കത്തുന്ന നിലയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.